ഉം. ഹലോ, അപ്പൊ എല്ലാവർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞാനും ദേവൂട്ടിന് മാത്രമേ പോണുള്ളൂ. കണ്ണന് എക്സാം ആയ കാരണം അവൻ വരുന്നില്ല. വിശ്വാട്ടിന് വർക്കും ഉണ്ട്. അപ്പൊ ഇന്നലെ ആണെങ്കിൽ തീരെ ഒരു സുഖമില്ല കേട്ടോ. ഉറക്കൊന്നും ഒരു സുഖമായിട്ടില്ല. ദേവൂട്ടി അടിക്കടിക്ക് കരഞ്ഞിട്ടൊക്കെ. എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ ഒരു പ്രത്യേക എനർജി നമുക്ക് കിട്ടുമല്ലോ അല്ലെ. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് ഊണഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണന് തൈര് സാധം ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തൈര് സാധം ഉണ്ടാക്കട്ടെ, എന്നിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് കോവയ്ക്ക് പറിക്കുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പൊ എവിടേക്കേലൊക്കെ പോകുന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ്? ഞാൻ പുട്ട്, ഉപ്പുമാവ് അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. നിങ്ങൾ എങ്ങനെ ചെയ്യാറ്? അപ്പോൾ എന്തായാലും തൈര് സാധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തണുത്തതിന് ശേഷം ഗ്ലാസ് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പാൻ വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ നല്ലോണം ചൂടായിരിക്കുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, പിന്നെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, അധികം എരിവില്ലാത്ത പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം, ഇല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ തൈര് ഒന്ന് കട്ടയൊക്കെ ഉടച്ചത് ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യും. ഇനി നമ്മൾ ഈ ഉടച്ച് മാറ്റി വെച്ച ചോറിലേക്ക് ഒരു 1/2 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ച ബാക്കിയുള്ള ഈ സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയിലയും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കെല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൈര് സാധത്തിന്റെ പരിപാടി. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടോട്ടമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ അച്ചാറുണ്ട്. ഞാൻ വേണമെങ്കിൽ ഓംലേറ്റ് അടിക്കും. അതുപോലെ തന്നെ കോവയ്ക്ക കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരുക്കമാനങ്ങൾ മേക്കപ്പ് എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ ആയത് കാരണം ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടു, സിന്ദൂരം ഇട്ടു. പിന്നെ എങ്ങനെ കിട്ടിയാലും ശരിയാവാത്തൊരു സംഭവമാണ് എൻ്റെ തലമുടി എന്ന് പറയാൻ. അത് ഇപ്പം നല്ല നനവിലാണ്. അത് കാരണം ഞാൻ ഈ ഒരു സംഭവം ഇട്ടിട്ട് അവിടെ ഒതുക്കി വയ്ക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മേക്കപ്പ് എന്ന് പറയാൻ. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോണത്. വീട് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിൽ നെല്ലായ എന്ന് പറഞ്ഞ അതിമനോഹരമായ സ്ഥലത്താട്ടോ എൻ്റെ വീട്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇത് പഴയ തറവാട് വീടാണ് കേട്ടോ. അനിയൻ്റെ കല്യാണമായിട്ട് ഒന്ന് ആൾട്രേഷൻ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ വീട്ടിൽ അമ്മ, അനിയൻ, അനിയൻ്റെ വൈഫും കുട്ടിയാണുള്ളത്. അച്ചുട്ടൻ ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മ നല്ല തണുത്ത നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഒരു മൊത്തം വീഡിയോ ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് പനമണ്ണ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ ഒരു മരണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അന്വേഷണത്തിനൊക്കെ പോവുമല്ലോ, അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അനിയൻ ഇവിടെ ഇല്ല. അപ്പോൾ അമ്മ വേഗം ഫുഡൊക്കെ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. സ്പെഷ്യൽ എന്ന് പറയാൻ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഉപ്പേരി, പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെണ്ടയ്ക്ക പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ചിക്കൻ ഫ്രൈ മാത്രം എടുത്ത് കഴിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും വണ്ടി വന്നു. ഞങ്ങളങ്ങനെ പോണ ആ റൂട്ടിലാണ് കേട്ടോ നമ്മുടെ വാത്സല്യം സിനിമയിൽ ഷൂട്ട് ചെയ്ത വീടുണ്ടല്ലോ, ആ വീട് കാണുക. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നട്ടുച്ചയായ കാരണം നല്ലപോലെ ക്ലിയറിലൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ആ മലയും പിന്നെ തെങ്ങ്, വയൽ, പാടമൊക്കെ അതാട്ടോ. അപ്പോൾ വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ ഇത് കാണുന്നത്. ഫ്രണ്ട് ഭാഗം കാണണമെങ്കിൽ വേറെ റൂട്ട് പോകണം. അപ്പോൾ അവിടെ എന്തോ പെയിൻറ്റ് പണി എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ആ വീട്. കാണാൻ നല്ല ഭംഗിയല്ലേ, മലയും കുന്നും പാടമൊക്കെ ആയിട്ട്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രോയിങ് മാഷ് ക്ലാസ്സിൽ വരുമ്പോൾ പ്രകൃതിയെ കുറിച്ചിട്ടൊരു ചിത്രം വരയ്ക്കാൻ പറയും. ഞാൻ അപ്പോൾ വരയ്ക്കും ഇതുപോലൊരു മലയുടെ അടിയിൽ പുഴ ഒഴുകണതും, പുഴയുടെ വക്കത്ത് 2 തെങ്ങിൻ്റെ മീതെ കൂടെ 2 കാക്ക പറക്കണതും, പിന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കണതും കേട്ടോ. എപ്പോഴും ഞാൻ ആ ചിത്രമാണ് വരയ്ക്കുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷേ ഇപ്പോൾ ഈ മലയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ് കേട്ടോ. കാരണം ഈ ഉരുൾപൊട്ടൽ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം കാണുമ്പോൾ ആദ്യം വരിക അതാണ് മനസ്സിൽ. പിന്നെ അങ്ങനെ അവിടെ നിന്നൊക്കെ പോന്ന് ഞങ്ങൾ ചെർപ്പളശ്ശേരി ടൗണിൽ എത്തിയപ്പോൾ ഭയങ്കര ദാഹം തോന്നി. അങ്ങനെ കടയിൽ കയറിയിട്ട് അവിൽ മിൽക്ക് കഴിച്ചു കേട്ടോ. അമ്മ ഒരു ലൈം ജ്യൂസേ കുടിച്ചുള്ളൂ. ഞാനും അമ്മും അവിൽ മിൽക്ക് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കുമ്പോൾ അമ്മ അടുത്ത് ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞതാ. എങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. ആ ക്യാമറയുടെ ഭാഗം അടച്ചു പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്.
അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലെത്തി ഇതാ ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ട സമയമായിട്ടോ. അപ്പോൾ അമ്മ ഇതാ കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ കണ്ണന് കൊടുത്തേക്ക് പറഞ്ഞിട്ട് കെട്ടി പൊതിഞ്ഞൊക്കെ തരികയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തരും കേട്ടോ പോരാ സമയത്ത്. അങ്ങനെ ഞാൻ അതൊക്കെ ബാഗിലൊക്കെ വെച്ച് പുറത്തിറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുക്കണം സമയത്താണ് ഒരു മണിയടി സൗണ്ട് കേട്ടത് കേട്ടോ. അപ്പോൾ ആരാ നോക്കിയപ്പോൾ അനിയനായിരുന്നു. അങ്ങനെ അനിയനെയും കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, ഇനി വീട്ടിലെത്തിയിട്ട് എന്തൊക്കെ പണികളാണാവോ എന്നെ കാത്തിരിക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ഈ പോരണത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു പകൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.